NDA പെരുമ്പാവൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവെൻഷന് മുന്നോടിയായി സംഘടിപ്പിച്ച റോഡ് ഷോ NDA ഓഫീസിൽ നിന്നും ആരംഭിച്ചു. റോഡ് ഷോയിലും കൺവെൻഷനിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നാടിനെ ഇളക്കിമറിച്ച് NDA പെരുമ്പാവൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ പ്രവർത്തകർക്ക് ആവേശമായി. കൺവെൻഷന് മുന്നോടിയായി സംഘടിപ്പിച്ച റോഡ് ഷോ NDA ഓഫീസിൽ നിന്നും തുടങ്ങി. റോഡ് ഷോയിലും കൺവെൻഷനിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. മതസൗഹാർദ്ദം മൂട്ടി വളർത്താൻ മതിലുകളില്ല മനുഷ്യന് വേണ്ടി, എല്ലാ പേർക്കും തുല്യത നേടാൻ ഇനി വരണം BJP. മാറാത്തതും ഇനി മാറും, എല്ലാവരും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം BJP. മാറാത്തതും ഇനി മാറും, കേരളവും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം BJP. തുടർന്ന് ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തന്നെ അപായപ്പെടുത്താനും തോൽപ്പിക്കാനും ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് തന്റെ NDA പ്രവേശനം എന്ന് സാബു M. ജേക്കബ് പറഞ്ഞു. അപ്പോ LDFും UDFും അപകടം തിരിച്ചറിഞ്ഞു. ഈ വിട്ടുകഴിഞ്ഞാൽ ഇവൻ കേരളമില്ലാതെ പിടിക്കും. കേരളത്തിലെ ആളുകളെ പട്ടിണിയില്ലാതെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് പണി പോകുമെന്ന് അവർ മനസ്സിലാക്കി. LDFിനും UDFിനും അവിടെ സ്ഥാനമില്ലായിരുന്നു. അപ്പോ അവര് തീരുമാനിച്ചു, എന്നെ എന്നേക്കുമായിട്ട് ഈ ഭൂഭാഗത്തിൽ നിന്ന് എന്നെ തുടച്ചു നീക്കണമെന്ന്. അങ്ങനെ അവർ കണ്ട കാര്യമാണ് ഈ കഴിഞ്ഞ 25 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പരസ്പരം പഠിച്ചു കയറി നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്ന LDFും UDFും. LDFിൽ വരുന്ന 11 രാഷ്ട്രീയ പാർട്ടികളാണ്, UDFും 11 രാഷ്ട്രീയ പാർട്ടികളാണ്. അങ്ങനെ 22 പാർട്ടികള്, അതുപോലെ SDPI, PDP, വെൽഫെയർ പാർട്ടി, അങ്ങനെ 25 പാർട്ടികൾ ചേർന്ന് സഖ്യമുണ്ടാക്കി 2020 സാമൂഹ്യത്തിന് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ ഒരേ സ്ഥാനാർത്ഥികളെ 25 പാർട്ടികൾ കൂടി ഒരേ സ്ഥാനാർത്ഥിയെ ഒരേ ചിഹ്നത്തില് SDPIയുടെ കൊടിയും PDPയുടെ കൊടിയും ഇസ്ലാമിയുടെ കൊടിയും കൂടാതെ കൈപ്പത്തി വെച്ച കൊടിയും അരിവാശിഷിക വെച്ച കൊടിയും ഒരേ വണ്ടിയിൽ വെച്ച് എനിക്കെതിരെ പ്രചരണം നടത്തി. പക്ഷേ അവരെ ഞാൻ പിടിച്ചു നിന്നു. 4 പഞ്ചായത്തുകൾ ഇതിന് മുന്നേ ഭരിച്ചിരുന്നു. ഇപ്പോൾ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. 10% സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിച്ചു ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുകാര്. അപ്പോ ഈ തെരഞ്ഞെടുപ്പാണ് എന്നെ മാറി ചിന്തിച്ചത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്റെ പിതാവ് കണ്ട സ്വപ്നം, ഞാൻ കണ്ട സ്വപ്നം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടില്ല. ഇവരെന്നെ ഇല്ലാതെയാക്കും, ഇവരെന്നെ അപകടപ്പെടുത്തും എന്നെനിക്ക് മനസ്സിലായി. അപ്പോ എന്റെ മുന്നിൽ ഞാൻ തോറ്റുകൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല തോക്കുന്നത്, ഈ കേരളത്തിലെ 3 ലക്ഷം ജനങ്ങളാണ് തോക്കുന്നത്. അപ്പോ ഞാൻ തീരുമാനിച്ചു, വിട്ടുകൊടുക്കില്ല, ഈ കേരളത്തെ വിട്ടുകൊടുക്കില്ല, ഇവർക്ക് പാവപ്പെട്ടവരെ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ ലോകത്തിലെ 4ാം സാമ്പത്തിക ശക്തിയാക്കിയ ഇന്ത്യയെ ലോകത്തിലെ 3ാമത് ഡിജിറ്റൽ
മോദിയോടൊപ്പം എൻഡിയോടൊപ്പം ഇന്ന് ഈ കേരളത്തെ രക്ഷിക്കണം എന്ന തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെയാണ് ഞാനിവിടെ ചേർന്നത്. പ്രിയപ്പെട്ടവരെ, വെറും 5 ആഴ്ചയായാലും പലരും എന്നെ ആക്ഷേപിക്കുന്നുണ്ട്. പലരും പറയുന്നു ഒരുപാട് ആളുകൾ വിട്ടുപോകുന്നു. ആകെ വിട്ടുപോയത് 3 പേരാണ്. 15,20,000 മെമ്പർഷിപ്പിന്റെ കമ്മിറ്റി കേരളത്താകെ അതിൽ 3 പേര് പോയി. പക്ഷേ 10,000 ഇങ്ങനെ ചേർന്നത് എന്ന് പ്രതീക്ഷയാണ് ഇന്ന് നമ്മൾ പെരുമ്പാവൂരിൽ നടത്തിയ റാലിയിൽ കണ്ടത്. NDAയിൽ ചേർന്ന് 5 ആഴ്ചകൾക്കുള്ളിൽ ഇത്രത്തോളം സാധിക്കുമെങ്കിൽ ഭരണം കിട്ടിയാൽ കേരളം അപ്പാടെ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരത്തിൽ എത്തിയാൽ അതിന്യൂനപക്ഷങ്ങളെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കും. സഭാതർക്കം പരിഹരിക്കാൻ വെറും 6 മാസം മതിയാകും. അതിനുള്ള ഉറപ്പ് മോദി തന്നുകഴിഞ്ഞുവെന്നും അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ 8 വരിപ്പാത ആക്കുമെന്നും സാബു M. ജേക്കബ് അറിയിച്ചു. വെറും 5 ആഴ്ചയായി ഞാൻ ഈ NDAയിൽ വന്നത്. ഈ 5 ആഴ്ച കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾ അറിയണം. വെറും 5 ആഴ്ച കൊണ്ട് ഞാനത് NDA ചേർന്ന് ഉടനെ തന്നെ കുറെ ആളുകൾ എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞത് എന്താണ്? അങ്കമാലി കുണ്ടന്നൂർ 6 വരിപ്പാത നിന്ന് കിടക്കുകയാണ് സാറ് ഇടപെടണം. അപ്പൊ ഞാൻ ധരിച്ചിരുന്നത് ഈ പാതയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് 6,500 കോടി അനുവദിച്ചു. ഞങ്ങളുടെ ഫാക്ടറി പോകുന്ന സൈഡിൽ കൂടിയെല്ലാം കുത്തിയിട്ട് കയറിയത് പോലെ. അപ്പൊ അത് കൃത്യമായിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അവര് പറയുകയാണ് 2024 ഓഗസ്റ്റില് ഇതിന്റെ വിജ്ഞാപനം വന്നു. 1 വർഷത്തിനുള്ളില് സ്ഥലം ഏറ്റെടുത്ത് സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ഗവൺമെന്റ് കൊടുക്കണം. 1 രൂപ പോലും കേരള സർക്കാരിന് ചെലവില്ല. ആ സർവേ ചെയ്യുന്നതിന്റെ കൂലി അടക്കം 6,500 കോടി രൂപ മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പോ 2025 ഓഗസ്റ്റ് വന്നപ്പോ ആ വിജ്ഞാപനം ക്യാൻസലായി പോയി. ആ റോഡ് നിന്ന് കിടക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞു. നമ്മുടെ ഗതാഗത മന്ത്രിയെ കണ്ടു. വിവരങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? 6 വരിപ്പാത ഇല്ലല്ലോ, ഞങ്ങൾ 6 വരിപ്പാത നിർത്തി. കേന്ദ്രത്തിലെത്തി 8 വരിയും 10 വരിയും 12 വരിയും 14 വരിയും ഒക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ 6 വരിയിൽ തുടങ്ങിയിട്ടേ എന്ന്. സത്യമല്ലേ? നമ്മളിപ്പോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 6 വരിപ്പാത ഉണ്ടാക്കുന്നുണ്ട്. വലിയൊരു സംഭവമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയും മരുമോനൊക്കെ പറയുന്നത്. പക്ഷെ മുതൽ മുടക്കിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണത്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇവര് പലതും പറഞ്ഞു നോക്കി. പക്ഷെ ആളുകളെ വിശ്വസിച്ചില്ല. അതെല്ലാം പുറത്തു വന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല 8 വരിയാക്കിയാലോ, നമ്മുടെ സന്തോഷം. അങ്ങനെ ആ റോഡ് 8 വരിയായി 6,500 കോടി എന്നുള്ളത് 3,000 കോടി കൂടി 9,500 കോടിയായിട്ട് കേരളത്തിൽ അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂരിലേക്ക് ആ റോഡ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമുക്കറിയാം കേരളത്തില് സഭാതർക്കം ഏതാണ്ട് 114 വർഷമായി തുടങ്ങിയിട്ട്. ഇവിടെ LDFും UDFും പലപ്പോഴും ഇതിൽ ഇടപെട്ടിട്ട് അവർ പറഞ്ഞു ശരിയാക്കാമെന്ന്. 114 വർഷമായിട്ടും പിണറായി വിജയൻ 10 വർഷമായിട്ട് അവരെ പറഞ്ഞു ലഭിച്ചു ഞങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുകയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും ലഭിച്ചു. അപ്പൊ 2 ഗവൺമെന്റുകളും 114 വർഷമായിട്ടും ഈ സഭയെ വഞ്ചിക്കുകയായിരുന്നു. അപ്പൊ മാറി മാറി വന്ന LDFും UDFും 114 വർഷമായിട്ടുള്ള സഭാവിശ്വാസികളെ വഞ്ചിക്കുകയായിരുന്നു. അവരെ 2 മുട്ടുനാടുകളെ പോലെ ഇടിപ്പിച്ച് അതിനിടയ്ക്ക് നിന്ന് രക്തം കുടിക്കുന്ന ചെന്നാലായിട്ടാണ് പിണറായിയും ഉമ്മൻചാണ്ടിയും പ്രവർത്തിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തീർണമെങ്കില് ആത്മാർത്ഥതയുള്ള, വിശ്വാസികളോട് സ്നേഹമുള്ള, ഈ നാടിനോട് കടപ്പാടുള്ള ഒരാൾ ഇടപെടണം. അങ്ങനെയാണ് പരിശുദ്ധ ബാബയെ ഞാന് പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയത്. അവിടെ ചെന്നു വലിയൊരു സ്വീകരണം. 1 മണിക്കൂർ പ്രധാനമന്ത്രി ശ്രദ്ധയോടെ കേട്ടു. അവസാനം പറഞ്ഞു, ഇതിന് ഞാൻ പരിഹാരമുണ്ടാക്കി തരാം. 2 കൂട്ടർക്കും സമ്മതമായിട്ട് 2 കൂട്ടരെയും വേദനിപ്പിക്കാതെ ഈ 114 വർഷമായിട്ടുള്ള പ്രശ്നത്തിന്
പരിഹാരമുണ്ടാക്കാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, 6 മാസത്തിനുള്ളിൽ ഈ പറയുന്ന സഭാതർക്കം കേരളത്തിൽ പരിഹരിച്ചിരിക്കും. 114 വർഷമായിട്ട് ആർക്കും സാധിക്കാത്തത് 2020 NDAക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തില് 1000-10,000 വർഷങ്ങളിലാലും എഴുതി വെക്കും സഭാതർക്കം പരിഹരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. BJP സംസ്ഥാന സെക്രട്ടറി ജിജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. NDA പെരുമ്പാവൂർ നിയോജകമണ്ഡലം കൺവീനർ അഗസ്റ്റിൻ കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. 2020 പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ മോളത്ത് ആമുഖ പ്രഭാഷണം നടത്തി. അമ്മ സംഘടന വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, BDJS സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS ജയരാജ്, JSS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വർഗീസ് ഇട്ടൽ, LJP സംസ്ഥാന സമിതി അംഗം അജിത് R, കാമരാജ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുജീന്ദ്രൻ CC, SJD പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് KA മത്തായി, BJP എറണാകുളം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബസിത് കുമാർ VK, BJP നേതാക്കളായ P അനിൽകുമാർ, PM വേലായുധൻ, MP ജെയ്സൺ, KR അരുൺ, രാകേഷ് PR, BDJS പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് സുനിൽ MS, BJP പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിഷ രാജേഷ് എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലിന് ഊഷ്മളമായ സ്വീകരണവും നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി പെരുമ്പാവൂർ.